ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു എംപവേർഡ് ജേർണീസ് വിത്ത് പി കെ. ഇന്ന് ഞങ്ങൾ വന്നെത്തി നിൽക്കുന്നത് മലപ്പുറത്താണ്. വന്നെത്തി നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, മലപ്പുറത്ത് ഞങ്ങൾ പോയിട്ടില്ല. കാരണം ഇതിൽ മലപ്പുറത്ത് കുറച്ചാളൊക്കെ ഇൻട്രൊഡ്യൂസ് എടുത്തതിന് ശേഷം പിന്നെയും ബിസിനസ്സുകാരെ കണ്ടുകൊടുക്കുക, അത്രയും ബിസിനസ്സുകാരുള്ള ഒരു ഏരിയയാണ് മലപ്പുറം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് ഇൻസ്റ്റാഫുഡ് എന്ന് പറഞ്ഞൊരു ഫേമിലാണ്. 6 വർഷത്തോളമായി ഈ ഫേം ഇവിടെ. അപ്പോൾ ഇതിന്റെ വൺ ഓഫ് ദ പാർട്ണറായ വലീദ് സാറാണ് നമ്മുടെ കൂടെ നിന്നുള്ളത്. അപ്പോൾ സാറിന്റെ ബിസിനസ് യാത്രകളിലുള്ള അനുഭവങ്ങളും സാറിന്റെ ട്രാവലും ഇനി വരുന്ന തലമുറയ്ക്കുള്ള നമുക്ക് കിട്ടുന്ന അറിവുകളും എനിക്കും കിട്ടുന്ന അറിവുകൾ അങ്ങനെ പറയാം. അപ്പം ആ കാലമൊക്കെ നമുക്കറിയാം. അതിന് മുമ്പ് ഞാൻ സാറിന്റെ പ്രോഗ്രാമിൽ സ്വാഗതം ചെയ്യാണ്. വെൽക്കം ടു എംപവേർഡ് ജേർണീസ്. നമസ്കാരം. നമസ്കാരം അലീക. ഇനി ഞാൻ സിമ്പിളായിട്ട് സംസാരിക്കട്ടെ. ആ പറയേണ്ട സമയത്ത് പറഞ്ഞു തീർത്തല്ലോ. അപ്പം എന്താണ് ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണം? അതിന് മുമ്പ് ഒരു പരിപാടി, അതായത് നമ്മൾ എല്ലാ ആൾക്കും ഒരു എന്താ പറയാ, വിദ്യാഭ്യാസം കഴിഞ്ഞൊരു ജോലി വേണം, ജോലിയായിട്ട് സേഫായിട്ട് നിൽക്കണം, ഫാമിലിയായിട്ട് ജീവിക്കണം എന്ന് വിചാരിക്കുന്നതാണ് എല്ലാ ആളുകളുടെയും മൈൻഡ്. ആ ഇതിൽ നിന്നും മാറി ബിസിനസ് ചെയ്യണം എന്നുള്ളതിന്റെ കാരണം എന്താണ്? നമ്മളെന്താ കുറേ പേർക്ക് ജോലി കൊടുക്കാം, മാത്രമല്ല നമുക്ക് ബിസിനസ് ആകുമ്പോൾ കുറച്ചും കൂടി വൈഡായിട്ട് നമ്മൾ സ്വതന്ത്രമായിട്ട് നമുക്ക് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് 9 to 6 കഷ്ടപ്പെട്ട് പോയി ഡ്യൂട്ടി ടൈം നോക്കി പണിക്ക് പോകണ്ടല്ലേ? പണിക്ക് പോകണ്ട തന്നെ പ്രധാനമായിട്ടുള്ളത്. അവൻ പണിക്ക് പോകുന്ന എനിക്ക് ഇഷ്ടമല്ല. അല്ല, പക്ഷെ പണിക്ക് പോകുന്ന പോലെ അല്ലല്ലോ ബിസിനസ് പറഞ്ഞാൽ. അത്രയും അത്രത്തോളം നമ്മൾ എഫേർട്ട് എടുക്കണം ഒരു പണിക്കാരനേക്കാൾ കൂടുതൽ. നമ്മളെ ആശയത്തിനനുസരിച്ച് പോകാം നമുക്ക്, നമ്മളെ ആശയത്തിനനുസരിച്ച് നമ്മളേത്. പക്ഷെ നമ്മൾ സ്റ്റാർട്ടിങ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സാധാരണ ഒരു പണിക്കാരനേക്കാൾ ലേബറിനേക്കാൾ കൂടുതൽ നമ്മൾ അധ്വാനിക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും അല്ലേ? അപ്പം ഇപ്പൊ ഈ ബിസിനസ് ഇപ്പൊ ഏകദേശം നമ്മൾ ഇൻസ്റ്റാഫുഡ് എന്ന ഫേം ഏകദേശം 7 വർഷത്തോളമായി തുടങ്ങിയിട്ട് 7 വർഷമായില്ലേ? അപ്പൊ ഈ 7 വർഷത്തെ ട്രാവലിൽ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. അതായത് സക്സസും ഫെയിലേഴ്സും അല്ലെങ്കിൽ സ്ട്രഗ്ലിംഗ് കാലമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ മറക്കാനാവാത്ത ചില അനുഭവങ്ങൾ ഉണ്ടാവും. അത് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നൊരു മൊമെന്റ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തൊരു മൊമെന്റ് ഉണ്ടായിരിക്കും, ഓവർകം ചെയ്തൊരു മൊമെന്റ് ഉണ്ടാവും. അത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ശരിക്കും ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് 2019 ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ആശയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലൊരു പാർട്ണർ ഉണ്ട്, ഫുവാദ്. മൂപ്പര ആശയത്തിനാണ് ഇങ്ങനെ ഒരു പ്ലാന്റ് നമുക്ക് തുടങ്ങാറുണ്ട്. മുമ്പ് നമ്മൾ ഈ ഇൻസ്റ്റാവുഡിൻ്റെ ഈ ബോർഡ്, ഇത്തരം ബോർഡുകൾ PVC ബോർഡ് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യായിരുന്നു. 2016-17 സമയത്തൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് ബോർഡ് സ്റ്റാർട്ടിങ് തന്നെ. പിന്നീടാണ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ 2ാമത്തെ ഫാക്ടറിയാണ് നമ്മളത്. അപ്പോൾ ഫുവാദിൻ്റെ ഒരു ആശയത്തിനാണ് ഇങ്ങനെ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചത്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഉടനെ 2019 ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഉടനെയാണ് 2020 മാർച്ചിൽ എന്ത് ചെയ്ത് കോവിഡ് വരുന്നത്. കോവിഡ് വന്ന് നമ്മൾ 2 മാസം എന്ത് ചെയ്ത് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്തിട്ടു. പിന്നെ 2ാമത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്ത് നമ്മളെ ഈ മെഷീൻ്റെ പല ഭാഗങ്ങളും വളരെ നിക്കിൾ ചെയ്തിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അതൊക്കെ പല ഭാഗത്തും റിസ്റ്റ് വന്നിട്ടുണ്ട്. 2ാമത് സ്റ്റാർട്ട് ചെയ്യാൻ എന്തായാലും നമുക്ക് പറ്റാത്തൊരവസ്ഥയായി. വീണ്ടും അത് ക്രോം ചെയ്ത് പിന്നെ ഒരു 3-4-5 മാസം എന്താണ് പരീക്ഷണമായിട്ടാണ് തുടങ്ങുന്ന സമയം തന്നെയാണ് ഇത്. ആ 3-4-5 മാസം എന്തായത് ഇതിൻ്റെ ട്രയലോട്ടലും പ്രൊഡക്ഷൻ പ്രോപ്പറായി കിട്ടാത്ത പ്രശ്നങ്ങൾ. പിന്നീട് അത് ക്ലിയർ ആയിരുത്തത് അതും ബാക്കിയുള്ള ടെക്നിക്കൽ സൈഡിൽ നിന്നുള്ള ആളുകളൊക്കെ വന്ന്, കമ്പനിയുടെ ആളുകളൊക്കെ വന്ന് ഫുള്ളായിട്ട് പരിശോധിച്ച് ഒരു 5-6 മാസം കൊണ്ട് എന്ത് കറക്റ്റായിട്ട് ട്രാക്കിൽ വന്നു നമ്മളിത്. ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കാര്യമായിട്ട് PVC ബോർഡും പിന്നെ അതേപോലെ WVC ബോർഡും, ഈ 2 സാധനമാണ് നമ്മൾ കാര്യമായിട്ട് ഇപ്പം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ PVC ബോർഡൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പ്ലൈവുഡിന്റെ പകരം. സാധാരണ ഇപ്പോൾ കുട്ടിക്കാലം പോലെ ഞാൻ കേട്ട പ്ലൈവുഡ് എന്നാണ്. അപ്പം ഈ പ്ലൈവുഡിൽ നിന്ന് നമുക്ക് PVC ബോർഡിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് അതിലെ വ്യത്യാസങ്ങൾ? കാര്യമായിട്ട് എന്താ വെച്ചാൽ പ്ലൈവുഡ് ആകുമ്പോൾ നമ്മൾ ഈ കാലാവസ്ഥയിൽ, കേരളത്തെ കാലാവസ്ഥ പ്രത്യേകിച്ചും, ഏത് പ്ലൈവുഡ് ആണെങ്കിലും ചെതല് പിടിക്കും. കാരണം കാലാവസ്ഥ മഴയും ഈർപ്പൽ അന്തരീക്ഷമാണ് നമ്മൾ കേരളത്തിലെ അവസ്ഥ. അപ്പൊ അതിനൊരു കോമ്പൻസേഷനാണ്, പകരമാണ് ഏത് നമ്മളെ ഈ PVC ബോർഡ് എന്നുള്ളത്. PVC ബോർഡ് ഉപയോഗിക്കുക, അതേപോലെ കൂടെ WVC ബോർഡ് ഉപയോഗിക്കുക. WVC മീൻസ് കുറച്ചും കൂടി വുഡിന്റെ കണ്ടന്റും ചേർത്തിട്ടുള്ളതാണ്. രണ്ടും ഉപയോഗിക്കുന്നത്. കൂടുതൽ ഇപ്പം ഒരു വർഷമായിട്ട് കൂടുതൽ പോകുന്നത് WVC ആണ്. ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ മൊത്തമായിട്ട് ഏതൊക്കെ സ്ഥലങ്ങളായിട്ട് കേരളത്തിൽ കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഒരുവിധം നമ്മൾ 14 ജില്ലയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. കാര്യമായിട്ട് നമ്മൾ മലബാറിലാണ് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ മലബാറിൽ കോഴിക്കോടും കണ്ണൂർ മലപ്പുറത്തൊന്നും വേറെ ഫാക്ടറി ഇല്ല, നമ്മളൊരു ഫാക്ടറി മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് തന്നെ നമ്മൾ കാര്യമായിട്ട് വയനാട് ഫാക്ടറി ഇല്ല. അത് കാര്യമായിട്ട് നമ്മൾ ഈ മലബാറിലാണ് ഫോക്കസ് ചെയ്യുന്നത്. 7 വർഷമായിട്ട് ഈ യാത്രയിലാണ്. അപ്പൊ എത്രത്തോളം സ്റ്റാഫുകൾ ഉണ്ട് നമുക്ക്? നമുക്ക് മൊത്തം മാർക്കറ്റിൽ ഒരു 10 പേരുണ്ട്, പ്ലാന്റിൽ 30 പേരുണ്ട് പ്ലാന്റിൽ. അപ്പം പണിക്ക് പോകാനുള്ള മടിയും എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ മറ്റുള്ള സമയത്തിന് വർക്ക് ചെയ്യാൻ പറ്റില്ല, ആ ഒരു തീരുമാനം കൊണ്ട് ഏകദേശം ഒരു 40. ഇതിന് ശരിക്കും എന്താ വെച്ചാൽ നമ്മൾ ഈ ബിസിനസ് ഫീൽഡിൽ വന്നിട്ട് 10-25 വർഷമായി. ഇത് ശരിക്കും എന്താ വെച്ചാൽ ഫുവാദുണ്ട്, ഞാൻ പറഞ്ഞില്ല, ഫുവാദ് മൂപ്പർക്ക് മെക്കാനിക്കലി കുറച്ചും കൂടി ടച്ചിലുണ്ട്. മൂപ്പര ആശയത്തിനാണ് ഇങ്ങനെ ഒരു പ്ലാന്റ് ഉണ്ടായത്. ഞങ്ങൾ ഈ ബിസിനസ്സിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഞാനാണെങ്കിലും എൻ്റെ കൂടെ റിജു ഉണ്ട്,
മൂപ്പരാണെങ്കിൽ 25 വർഷമായി. ഞങ്ങൾ ഗ്ലാസ് ഇൻഡസ്ട്രിയിലാണ് കാര്യമായിട്ട്. ഗ്ലാസ് ഇൻഡസ്ട്രിയിൽ വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഉപ്പയൊക്കെ ചെയ്യുന്ന ബിസിനസ് തന്നെയാണ് ഇത്. ഫാമിലി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഫാമിലി ചെയ്യുന്ന ബിസിനസ്സാണ്. ഫാമിലിയിട്ട് കൂടുതലായിട്ട് മരക്കച്ചവടമാണ്. ആ. ബാക്കിയുള്ള ഉപ്പയും എളപ്പക്കാരും കുറച്ച് ആൾക്കാർ ഗ്ലാസ്സിൽ ബന്ധപ്പെട്ട് ഇങ്ങനെ ആ ഒരു മേഖലയാണിത്. കാരണം മഞ്ചേരിയിൽ തന്നെ ആദ്യത്തെ സ്ഥാപനം ഗ്ലാസിന്റെ ഇൻഡസ്ട്രി നമ്മളെ തന്നെയാണ്. എന്ന് പറഞ്ഞായിരുന്നു നമ്മൾ ഉപ്പച്ചിയുടെ സ്ഥാപനം. അല്ല ഇപ്പൊ പറയണ്ടേ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അകത്ത് ഏകദേശം 40ഓളം സ്റ്റാഫുകളുണ്ട്. അത്ര ആളുകൾ വരാനുള്ള കാരണം 2 ഷിഫ്റ്റ് ആയിട്ട് ഓടുമ്പോഴേ നൈറ്റും പകലും അങ്ങനെ 2 ഷിഫ്റ്റ് ആയിട്ട് അത്ര ആളുകൾ വരുന്നുണ്ട്. ഏകദേശം ഈ 40 ഫാമിലിയാണ് അപ്പൊ നിങ്ങള് കഴിഞ്ഞു പോകുന്നത്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഒരാൾക്ക് ജോലി കിട്ടിയ അയാളെ ഫാമിലി നമ്മളൊരു ഇതിലൂടെ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കാനാല് ഒരു എന്താ പറയാ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പൊ 7 വർഷമല്ല, അതായത് ഫാമിലി ആയിട്ട് ഇത്രയും വർഷം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 7 വർഷം നമ്മൾ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇതില് ഇക്കയുടെ ഒരു ഒപ്പീനിയൻ, അതായത് നമ്മൾ ഒരു എംപ്ലോയിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ എങ്ങനെ ട്രീറ്റ് ചെയ്യണം? കാരണം നമ്മളെ ഒരു ബിസിനസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 വശങ്ങളാണ് എംപ്ലോയിയും അതുപോലെ തന്നെ കസ്റ്റമറും. എങ്ങനെയാണ് നമുക്കൊരു പുതിയ വരുന്ന ബിസിനസ്സുകാരോട് പറയാനുള്ളത്? അല്ല, കസ്റ്റമർ ശരിക്കും എന്താ വെച്ചാൽ നമ്മൾ നല്ല ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റ്, നമ്മൾ നല്ല സർവീസും ക്വാളിറ്റി. കാരണം നമ്മൾ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് ശരിക്കും എന്താ വെച്ചാൽ നമ്മളതിന്റെ ക്വാളിറ്റി കീപ്പ് ചെയ്ത് തന്നെയാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ മാർക്കറ്റിൽ ഒരു പ്രൈസിന്റെ ബാക്കിൽ നമ്മൾ പോകുന്നതല്ല, ക്വാളിറ്റി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ സെയിൽസും കാര്യങ്ങളും വരും. അങ്ങനെ കസ്റ്റമേഴ്സ് നമ്മളെ പ്രൊഡക്റ്റ് ചോദിച്ചു വാങ്ങിക്കും. അതന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. വാങ്ങിയ കസ്റ്റമേഴ്സ് എപ്പോഴും തിരിച്ചും വാങ്ങിക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ എംപ്ലോയീസ്, നമ്മൾ ഇപ്പൊ 40 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് പറഞ്ഞു. ഒരു പുതിയ ബിസിനസ്സുകാരൻ വരികയാണെങ്കിൽ അവരുടെ ഈ എംപ്ലോയീസിനൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നാണ്? എംപ്ലോയീസ് ഒന്നുമില്ല, അവർക്ക് കൃത്യമായിട്ട് നമ്മൾ സാലറിക്ക് പുറമെ അവർക്ക് ഇൻസെന്റീവ് ഉണ്ട്. അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അവർക്ക് ലീവ് ആണെങ്കിലും അവരെ ട്രീറ്റ് ചെയ്തിട്ടാണ് കമ്പനി പോകുന്നത്. അവർക്ക് എല്ലാ ഇൻഷുറൻസ് പരിരക്ഷയാണെങ്കിലും എല്ലാ സംഭവം കമ്പനി ചെയ്യുന്നുണ്ട്. ഇത് എംപ്ലോയീസ് ആണ് ശരിക്കും പറഞ്ഞാൽ കിങ് എന്ന് പറയാല്ലേ. അവരെ ടൈം കൂടുതൽ ശരിക്കും എന്താ വെച്ചാല് അവരിപ്പോ ഉറങ്ങാൻ മാത്രമാണ് വീട്ടിൽ പോണത്. ബാക്കിയുള്ള സമയം ഫുള്ള് നമ്മളെ കൂടെ തന്നെ ഉള്ളത്. അപ്പൊ അവരെ ശരിക്കും നമ്മള് കമ്പനി ഇപ്പം മെസ് ഫുഡ് ആണെങ്കിലും നമ്മൾ കമ്പനി മെസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യുന്നുണ്ട്. ഫാമിലി പോലെ തന്നെയാണ് പോകുന്നത്. ഇപ്പം ഞാനടക്കം പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ തുടങ്ങുന്ന ആളുകളാണ്. അപ്പം എന്നെ പോലെ പുതുതായിട്ട് വരുന്ന എന്റർപ്രണേഴ്സിന് അടുത്ത് അപ്പൊ ഇക്കയുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ മുന്നോട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്? അതിലൊന്നുമില്ല, പരിചയമില്ലാത്ത ഫീൽഡിൽ നമ്മൾ ഇറങ്ങാതൊക്കെ പുതിയ മേഖല ഇത് പരിചയമില്ലാത്ത പൊട്ടിപ്പോകുന്നത്, അത് ശ്രദ്ധിച്ചാൽ മതി. അതന്നെ ശ്രദ്ധിക്കാലോ. നമുക്ക് പരിചയമുള്ള മേഖല ഇപ്പൊ ഇതന്നെ നമുക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്ത് ഫസ്റ്റ് ടൈം എന്താ ശരിക്കും എന്താ വെച്ചാല് നമുക്ക് പരിചയമില്ലാത്ത ഫീൽഡാണിത്. അതിന്റെ ആശയത്തിൽ ഇറങ്ങിയതാണെങ്കിലും പിന്നീട് നമ്മൾ പരിചയപ്പെട്ട മാർക്കറ്റിൽ ഇത് പുതിയതായിട്ട് ഈ പ്രൊഡക്റ്റ്. കാരണം 2016-17 സമയത്തിനാണ് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരുന്നത്. തന്നെയാണ് ഇത്. പിന്നെ ശരിക്കും എന്താ വെച്ചാൽ ഈ ട്രേഡിങ് പോലെ എല്ലാ ഫാക്ടറികളും ഓട്ടാനുള്ള ബുദ്ധിമുട്ടത്, അതിൻ്റെതായിട്ടുള്ള കുറെ ടെക്നിക്കൽ സൈഡും പഠിക്കാണ്ടത്. അത്യാവശ്യം മിക്സിങ്ങും മറ്റതൊക്കെ മിക്സിങ് അധികം മെഷീനറി മിഷൻസ് ഒക്കെ നമ്മൾ ഇവിടുന്ന് അധികം കൊണ്ട് ഇമ്പോർട്ട് ചെയ്താണ് മെഷീൻ. ഇപ്പൊ പറയുകയാണെങ്കിൽ മലബാർ സൈഡിലേക്ക് നമ്മൾ ഈ ഫാക്ടറിയാണ് മെയിൻ ആയിട്ട് ഒരു ഫാക്ടറിയാണ് ഉള്ളത്. മലബാർ ഫാക്ടറി വേറെ ഫാക്ടറി PVC പോണ്ട കമ്പനി ഇല്ല. ഇതിന്റെ മെയിൻ എന്താ വെച്ചാൽ ഈ സാധനം നമുക്ക് വീണ്ടും റീസൈക്കിൾ ഉപയോഗിക്കാം. ഇപ്പൊ നിങ്ങളൊരു സാധനം ഷീറ്റ് വാങ്ങിക്കൊണ്ടേ നിങ്ങൾ ഉപയോഗിച്ചതിന്റെ ബാലൻസ് എന്ത് ചെയ്യാം, നമുക്ക് തിരിച്ച് നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം, വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, അത് പൗഡറാക്കി വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് ഇത്. നമ്മളിപ്പം ഇന്റർവ്യൂ ചെയ്യണമെന്ന് സംസാരിക്കുന്നതിന് മുന്നേ മുതൽ ഇന്റർവ്യൂവിന് ഇടയിലൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത് റിജു എന്നുള്ള പേര് കേൾക്കുന്നുണ്ട്. ശരിക്കും റിജു എന്ന് പറയുന്നത് ആരാണ് നമ്മളെ എക്സാമിൽ? റിജു പറഞ്ഞാൽ ശരിക്കും ഞങ്ങളൊരു മദർ കമ്പനിയാണ് മഞ്ചേരിയാണ്, റെഡ് ബി ഇൻഫോടെക്. അതാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ അതിൽ തുടക്കം മുതലേ ഞങ്ങളെ കൂടെ ഉള്ളതാണ്. ഞങ്ങളെ കമ്പനിന്റെ ഒരു പാർട്ണറാണ് റിജു പറഞ്ഞ ആള്. മൂപ്പരാണ് ഞങ്ങളെ ഇൻസ്റ്റാവുഡിന്റെ ആണെങ്കിലും മാർക്കറ്റിംഗ് ടീമിന്റെ ഹെഡ് മൂപ്പരാണ്. മൂപ്പരാണ് ഇതിന്റെ ബാക്കിയുള്ള കോർഡിനേഷൻ ചെയ്യുന്നതും സെയിൽസ് കാര്യങ്ങള് സെയിൽസ് കോർഡിനേറ്റ് ചെയ്യുന്ന മൂപ്പരാണ്. ഇത് മൂപ്പരുണ്ട്, പിന്നെ സുഹൈലുണ്ട്. അപ്പം റിജുവായിന്റെ അടുത്തും കുറച്ച് കൂടുതലായിട്ട് അറിയും. കുറച്ചും കൂടി എന്താ വെച്ചാല് ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി അറിയാൻ പറ്റും. എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. എന്തായാലും കണ്ടിട്ട് തീർച്ചയായിട്ടും. അപ്പം ഇനി ഈ പറഞ്ഞ പ്ലൈവുഡിന്റെ നമ്മൾ പറഞ്ഞ ഈ ഫീൽഡിലേക്ക്, നമ്മളെ ഇൻസ്റ്റാവുഡ് പോലത്തെ മെറ്റീരിയൽസിന്റെ ഫീൽഡിലേക്ക് പുതുതായിട്ട് ഇനി ആളുകൾ എന്തായാലും തീർച്ചയായിട്ടും മുന്നോട്ട് വരുമല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന ആളുകളോട്, കാരണം അങ്ങനെ വരുന്ന ആളുകളോട് ഇങ്ങനത്തെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്? പുതിയ ബിസിനസ് അങ്ങനത്തെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പുതിയ ബിസിനസ്സിലൊന്നുമില്ല, നമ്മൾ മാർക്കറ്റ് ശരിക്കും പഠിച്ചിട്ട് തന്നെ ഇറങ്ങുക ഏത് ഫീൽഡാണെങ്കിലും. കാരണം ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ് ഇത്. മാർക്കറ്റിൽ പൊതുവെ
ശരിക്കും എന്താ വെച്ചാൽ ഇത്തരം ഫാക്ടറികളൊക്കെ നമ്മൾ ശരിക്കും നല്ലോണം പഠിക്കണം ഇത്. കാരണം പെട്ടെന്ന് നമുക്ക് ഐഡിയ മാറ്റാൻ പറ്റില്ല. ട്രേഡിങ് പോലെയല്ലോ. അതെ അതെ അതെ, ട്രേഡിംഗ് ആണെങ്കിൽ എപ്പോഴും ഐഡിയ മാറ്റി പോകാം. മനസ്സിലായി. പ്ലാന്റുകളാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഇത്. ഇത്ര കാരണം അതിന് expensive. അത്ര എക്സ്പെൻസും കറണ്ടും ഇതിനുള്ള ഇത് ഭയങ്കര ഇതല്ലേ. ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ മൊത്തം ചെയ്യുന്നുണ്ട് പറഞ്ഞു. എന്താണ് നമ്മളെ ഫ്യൂച്ചർ പ്ലാനുകൾ മുന്നോട്ട് നമുക്ക് നിങ്ങൾ കാര്യമായിട്ട് എന്താ വെച്ചാൽ ഇനിയിപ്പം തമിഴ്നാട് സൗത്തിലൊന്ന് ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. പ്ലാനിലോ? പ്രത്യേകിച്ചും തമിഴ്നാടൊന്ന് നമ്മുടെ അടുത്താണല്ലോ, വലിയ അതെ അതെ അതെ. ജില്ലയാണ്. ഇപ്പം ഞങ്ങൾ ഗൂഡല്ലൂർ ചെയ്യുന്നുണ്ട്, ഗൂഡല്ലൂർ ഊട്ടി ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോയമ്പത്തൂർ സൈഡ് കൂടി സപ്ലൈ ചെയ്ത് ആ ഭാഗത്ത് കയറുന്നതിലാണ് പ്ലാൻ ഉള്ളത്. അപ്പൊ ഒരു 1-2 വർഷം കൊണ്ട് നമുക്ക് തമിഴ്നാട് തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ഞങ്ങൾ ആക്ച്വലി തമിഴ്നാട് നമ്മളെ ഫേമിന്റെ ഒരു ഓഫീസ് നോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ വന്ന് തമിഴിൽ നിങ്ങൾ ഇന്റർവ്യൂ എടുക്കും. Okay. തമിഴിൽ ഒരു ഇന്റർവ്യൂ തരണം. ഓക്കെ. അപ്പൊ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ ലിജുവായിട്ട് ബാക്കിയുള്ള നമ്മുടെ ടെക്നിക്കൽ സൈഡിൽ നിലനിൽക്കും. അപ്പം ഇത്രയും തിരക്കുള്ള സമയങ്ങളും ഇതൊക്കെ ആയിട്ട് നമ്മളെ കൂടെ നമ്മളെ പോലത്തെ ആളുകൾക്ക് ഒരു സ്പേസ് തരി, ഈ വരുന്ന പുതു തലമുറയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ഒരു മൊമെന്റ് തന്നെ വളരെ സന്തോഷം. അപ്പം എന്താ പറയാ, അടുത്ത തമിഴ്നാട്ടിലെ ഇന്റർവ്യൂവിൽ നമുക്ക് അപ്പൊ നമ്മളിപ്പോ ഇൻസ്റ്റാവുഡിൽ നമ്മളിപ്പോ എന്തൊക്കെ സർവീസ് കസ്റ്റമർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻസ്റ്റാവുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പിന്നെ നേരത്തെ വലിയ സാറ് പറഞ്ഞിട്ടുണ്ടാവും. ഇൻസ്റ്റാവുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്തിരുന്ന ഒരു ബോർഡായിരുന്നു. ഇൻസ്റ്റാവുഡ് അല്ല, നമ്മൾ പ്ലൈ എന്നുള്ള പേര് നമ്മളൊരു ബോർഡ് ഇമ്പോർട്ട് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ലാമിറ്റിന്റെ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുവാദ് സാറായിട്ട് അവർ പിന്നെ ഒരു ആശയം കൊണ്ടുവന്നു. ഇതെന്തായാലും നമുക്ക് എന്തുകൊണ്ട് ഇവിടെ ഇത് പ്രൊഡക്ഷൻ ചെയ്തുകൂടാന്നുള്ള രീതിയിൽ വന്നു. അതിനെക്കുറിച്ച് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും അതുപോലെ മാർക്കറ്റ് സ്റ്റഡി നടത്തി. അത് നമുക്ക് ചെയ്യാവുന്ന പിന്നെ പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്തു, ഞങ്ങളിവിടെ ഇന്ത്യയിൽ ഈ ഒരു പിന്നെ സ്ഥലം എടുക്കലും അതിലേക്കുള്ള ഐഡിയാസ് വന്നു, പ്രൊഡക്ഷൻ തുടങ്ങി. പിന്നെ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ പക്ഷേ പിന്നെ ഈ സമയത്തും ഈ ഒരു ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് പോലും ഒരു 95% PVC ബോർഡുകൾ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും പറഞ്ഞ ഒരു 70% ബോർഡുകൾ ഇപ്പോഴും ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ്. ആ സമയത്താണ് ഞങ്ങൾ ഈ ആശയമായിട്ട് വരുന്നത്. ആ സമയത്ത് ഞങ്ങൾ ഫസ്റ്റ് ഇൻസ്റ്റാവുഡ് എന്നുള്ള ഒരു പേരിൽ, നമ്മുടെ കമ്പനിയുടെ പേര് ഇൻസ്റ്റാവുഡ് എക്സ്ക്യൂഷൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ ബ്രാൻഡിന്റെ പേര് എന്ത് ചെയ്തു, ഇൻസ്റ്റാവുഡ് എന്ന പേരിൽ ചെയ്തൊരു നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങി. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 2 ഡെൻസിറ്റിയിലാണ് തുടങ്ങിയിരുന്നത്. 0.5 അതുപോലെ 0.6 എന്നുള്ള 2 ഡെൻസിറ്റിയിൽ PVC മാത്രമായിരുന്നു നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിരുന്നത്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നെ വെയിറ്റ് ആണ് ശരിക്കും പറയാം. അതിൽ ശരിക്കും ഇമ്പോർട്ട് ബോർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലെ ഇവിടെ നമ്മൾ റെസിനാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക. പിന്നെ ബാക്കി അതേഴ്സും കുറച്ച് പിന്നെ കെമിക്കൽ കൂടി അതിൽ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇമ്പോർട്ട് ബോർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഉണ്ടായിരിക്കും, അത് കാൽസ്യായിരിക്കും അധികം അതിൽ ആഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ആ ഒരു ബോർഡായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ മാർക്കറ്റിൽ പറയുന്നത് നമ്മളിപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഡെൻസിറ്റി എന്ന് പറഞ്ഞത് 0.5 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 0.5 ആയിരിക്കും. അതിൻ്റെ വെയിറ്റ് കറക്റ്റ് ആയിരിക്കും. അതിൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാൽസ്യം ആയിട്ടില്ല, നമ്മൾ റെസിൻ എന്നുള്ള നമ്മളെ ഇത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ ഡെൻസിറ്റി കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് 0.5 എന്നുള്ളത് 0.55ലേക്കും അതുപോലെ 0.65ലേക്കും ഡെൻസിറ്റി നമ്മൾ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തന്നെ ഒരു പുതിയൊരാശയമായിട്ട് വന്നാണ് WPC, വുഡ് ആൻഡ് പ്ലാസ്റ്റിക് കോമ്പൗണ്ട് എന്നുണ്ട്. അത് എന്ന് കഴിഞ്ഞാൽ വുഡിൻ്റെ ഒരു പെർസെൻറ്റേജ് കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, നമുക്ക് സ്ക്രൂ ഹോൾഡിങ് ഒന്നുകൂടി കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് നമ്മൾ അത് പ്രൊഡക്റ്റ് ചെയ്തു. അത് WPCയിൽ നിന്നാണ് നമ്മൾ ആദ്യം ചെയ്തിരുന്നത്. ഒരു വുഡ് കളർ, ഒരു ഓഫ് വൈറ്റ് കളറിലായിരുന്നു നമ്മൾ വുഡ് കളറിലാണ് അത് ചെയ്തിരുന്നത്. അത് പിന്നെ നമ്മൾ ഗ്രാജുവലി വന്നിട്ട് അതൊരു ഓഫ് വൈറ്റിലേക്ക് മാർക്കറ്റിൽ ഇത് ഒരു നമ്മുടെ സാധാ PVCയുടെ കളർ വൈറ്റ് എന്നുള്ളതിലേക്ക് തന്നെ പിന്നെ ആവശ്യങ്ങൾ വന്നപ്പോൾ നമ്മൾ ഇത് ഓഫ് വൈറ്റിലേക്ക് നമ്മൾ മാറ്റിയിട്ട് അത് ചെയ്തു. ഇപ്പോൾ ഏത് കളറിലും നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്ഷൻ ടീം എല്ലാവരും വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഏത് മാർക്കറ്റിൽ ഏതാണോ വേണ്ടത് അല്ലെങ്കിൽ ഏത് കളറിൽ വേണോ WPC വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഡെൻസിറ്റി പറഞ്ഞ പോലെ നമുക്കിപ്പോൾ 0.48 മുതൽ 0.5, 55 കസ്റ്റമൈസ്ഡ് ആണ്. ഏത് ഡെൻസിറ്റിയിലും നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും. തിക്നെസ് അതുപോലെ തന്നെ 5, 8, 12, 15, 16, 17 ഇത്രയും തിക്നെസ്സിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതും കസ്റ്റമൈസ്ഡ് ആണ്. നമുക്ക് 25 mm വരെ നമുക്ക് തിക്നെസ്സിൽ നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യാൻ കഴിയും. അത് മാർക്കറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. മാർക്കറ്റിൽ എന്താണോ ആവശ്യം അത് നമുക്ക് ചെയ്യാൻ കഴിയും. കേരളത്തിൻ്റെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ കാലാവസ്ഥ നമുക്കറിയാലോ, ഒരു തണുപ്പാണെങ്കിൽ പിന്നെ വെയിൽ, പിന്നെ മഴ,
അപ്പോൾ നമ്മൾ നല്ലൊരു തേക്കിൻ്റെ കാതലായ ഒരു മുട്ടൻ കാതലിൻ്റെ കഷ്ണം കൊണ്ട് വെച്ചിട്ടും ഒരു സ്ഥലത്ത് നമ്മൾ ഈർപ്പുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചെതല് കയറും. അത് നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയുടെ അതെ മറ്റുള്ള പിന്നെ സംസ്ഥാനങ്ങളെ പോലെ അല്ല നമ്മുടെ. അപ്പോൾ അതിന് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ പറഞ്ഞ ഏറ്റവും കാതൽ എന്ന് പറഞ്ഞ ഭാഗം എന്ന് പറഞ്ഞാൽ അതുവരെ ചെതല് കയറുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടുള്ള ഏത് ഇതാണെങ്കിലും മരങ്ങൾ ഉപയോഗിച്ചുള്ള ഏത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ അല്ല പുറത്തും പല സ്ഥലങ്ങളിൽ ഇതെന്ത് ചെയ്യും ചെതല് പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് 100% പിന്നെ വാട്ടർ പ്രൂഫാണ്. അതുപോലെ നമ്മൾ ഫെയർ റിട്ടാറൻ്റാണ്. അതുപോലെ ഇത് കുത്തൽ നമുക്കറിയാലോ പല സ്ഥലങ്ങളിലും നമുക്ക് ഇടണ്ടാവും. ഏത് പ്ലൈവുഡ് ഉപയോഗിച്ചാൽ ഇവിടെ കുത്തി ഒരു 10 വർഷം കഴിയുമ്പോൾ കുത്തൽ വീണ്ടും തന്നെ പൊടി ഇങ്ങനെ കണ്ടിട്ടുണ്ടോ, അത് ഇതുപോലെ പൊടികൾ വീഴും. അപ്പോൾ അത് ഇതിന് പ്രശ്നമല്ല. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ മറ്റുള്ള പ്രൊഡക്റ്റുകൾ ഇപ്പോൾ പ്ലൈവുഡ് ആണെങ്കിലൊക്കെ ഈ മറ്റുള്ള മരങ്ങൾ മുറിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് തന്നെ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഇതിലില്ല. ഇതെല്ലാം ഈ തരം ഇത് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇത് റീയൂസബിൾ ആണ്. ഈ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വലിച്ചെറിയേണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ ഉപയോഗശൂന്യമായ സാധനങ്ങളല്ല. ഇത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് മറ്റുള്ള പ്രകൃതിക്ക് പിന്നെ ദോഷമായിട്ടുള്ളൊന്നുമില്ല എന്ന് നമ്മുടെ പുതുതലമുറകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ആളുകൾക്കുള്ള ദോഷങ്ങൾ വരുന്ന ഒരു കാര്യങ്ങളും ഇതിലില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് പിന്നെ ഏത് കളറുകളിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് UV പെയിൻറ്റുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് അനുയോജ്യമായൊരു കളറിൽ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ ജാളി കട്ടിങ്ങിൽ പലതരം പിന്നെ ഡിസൈനുകൾ നമുക്ക് ചെയ്യാം. ഇപ്പോൾ പല പള്ളികൾ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കിത് ജാളി കട്ട് ചെയ്തിട്ട് പല ഡിസൈനുകൾ നമുക്കിത് ഉപയോഗിക്കാം. അതിനൊക്കെ നമുക്ക് ഡെൻസിറ്റി അതിന് അനുയോജ്യമായ ഡെൻസിറ്റികളുടെ മുകളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യാം. പിന്നെ ഇപ്പോൾ ഒരു കിച്ചൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിച്ചൺ അറിയാലോ എപ്പോഴും കിച്ചൺ യൂസ് ചെയ്യാനല്ല. അപ്പോൾ എപ്പോഴും വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, അതേമാതിരി വെളിച്ചെണ്ണ, അതുപോലെ കറികൾ, ഇതൊക്കെ എപ്പോഴും ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ വെള്ളം ഈർപ്പം എന്നുള്ളൊരു പ്രശ്നം ഇതിൽ വരുന്നില്ല. പിന്നെ കിച്ചണിലൊരു നമ്മൾ പിന്നെ അടുപ്പ് അല്ലെങ്കിൽ തീ ഉള്ളൊരു സ്ഥലമാണല്ലോ നമ്മൾ വീട്ടിലെപ്പോഴും തീയുള്ളൊരു സ്ഥലം ഏതാ അടുക്കളയാണ്. ആ അടുക്കളയിൽ തീ എന്ന് പറഞ്ഞാൽ അതിന് ഫെയറിട്ടാറുണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. തീ കത്തി പിടിക്കില്ല. അത് നമ്മൾ തീയിൽ കൊണ്ടിട്ടാൽ പോലും അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു അടയാളം മാത്രമല്ലാണ്ട് ഇത് കത്തി പിടിക്കില്ല. അപ്പോൾ അത്രയും നമ്മുടെ വീട്ടിലെ പിന്നെ വീട്ടമ്മമാർക്കും ഇവർക്ക് എല്ലാവർക്കും സേഫായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കൂടെയാണ് എന്ത് നമ്മളെ ഇൻസ്റ്റാവുഡ് WBC PC ബോർഡ്. ഇനി WBC ആണ് ഗുഡ് കണ്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞാലും അതിലും തന്നെ ചെതൽ പിടിക്കുക എന്നാൽ പിന്നെ ഈ പറഞ്ഞ കുത്തൽ വീഴേ പിന്നെ കത്തിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല. ഇത് തന്നെ ഇതുപോലെ തന്നെ ഇത് ഫ്ലെക്സിബിൾ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ നമ്മളെ ഏതെങ്കിലും രീതിയിലേക്ക് മാറ്റാനുണ്ടെങ്കിൽ അതും ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒന്നാണ്.